യുവജനോത്സവത്തിലെ കഥാപ്രസംഗവേദി സജീവമായിരുന്നു. ഒപ്പം മൂല്യവത്തായ കഥകൾ അവതരിപ്പിക്കാനും കുട്ടികൾക്ക് കഴിഞ്ഞു. തിരുവല്ല ദേവസ്വം ബോർഡ് സ്കൂളിലെ മത്സരാർത്ഥികളെല്ലാവരും മികച്ച നിലവാരം പുലർത്തി. വി സാംബശിവനും കൊല്ലം ബാബുവിനും ശേഷം കഥാപ്രസംഗ വേദിയിൽ കലാകാരന്മാർ ഉണ്ട് എന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് തെളിയുന്നത്. കാരണം 16-ലധികം ടീമുകൾ മത്സരിച്ചു. എല്ലാവരും നല്ല നിലവാരം പുലർത്തി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. നമ്മോടൊപ്പം ഒരു കഥ അവതരിപ്പിച്ച, അതായത് പുരാണങ്ങളിലെ കഥകളായിരുന്നു കൂടുതലും കുട്ടികൾ ശ്രദ്ധിച്ചത്. അതോടൊപ്പം ആധുനിക കാലത്തെ കഥകളും ഹിറ്റ്ലറുടെ കഥകളും ഒക്കെ കുട്ടികൾ കൊണ്ടുവരുന്നതെന്ന് കാണാമായിരുന്നു. തിരുവല്ല ദേവസ്വം ബോർഡ് സ്കൂളിലെ കുട്ടികൾ നമ്മോടൊപ്പം ചേരുകയാണ്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. മോൾ എന്ത് കഥയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ കഥ സുയോധനനായിരുന്നു. ഈ ഒരു തലസ്ഥാന നഗരിയിൽ ഈ ഒരു പുരാണ കഥ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവം? എന്തായിരുന്നു ചെയ്തത്? നമുക്ക് എന്തോ ചെറുതായി ഒന്ന് അവതരിപ്പിച്ചാലോ? ഓ, തീർച്ചയായും. ബഹുവന്ദരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ സുയോധനൻ. കുരുക്ഷേത്ര യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. 3 ലോകങ്ങളെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് സർവനാശകരമായ യുദ്ധം ദുഃഖദുരിതങ്ങളുടെ സങ്കട കാഴ്ചകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. രക്തപ്പുഴ ഇവിടൊഴുകുന്നു, മർത്യർ വീണു മരിക്കുന്നു, കരുത്തുകാട്ടിയ മല്ലന്മാരോ കബന്ധമായി പിടയുന്നു. രക്തപ്പുഴ ഇവിടൊഴുകുന്നു, മർത്യർ വീണു മരിക്കുന്നു, കരുത്തുകാട്ടിയ മല്ലന്മാരോ കബന്ധമായി പിടയുന്നു. ഇവർ കബന്ധമായി പിടയുന്നു, അവർ കബന്ധമായി പിടയുന്നു. പെൺകുട്ടികൾ മാത്രമാണ് ഈ ഒരു രംഗത്തേക്ക് മുതിർന്നു വരുന്നു എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയായ നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ അത് വരുമ്പോ എല്ലാവരും വരണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. ഞാൻ കഴിഞ്ഞ അക്ഷരശ്ലോകത്തിന് പോയപ്പോൾ കൂടി 3 ആണുങ്ങൾ മാത്രമേ 14 പേരുണ്ടായിരുന്നു. അതിൽ 3 പുരുഷ കഥാപാത്രങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും പുരുഷ വിഭാഗം താഴ്ന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കഥാപ്രസംഗ വേദിയിൽ നമുക്ക് എപ്പോഴും ഉയർന്നു വരുന്നത് പുരുഷ കേസരികളുടെ പ്രതിഭകളുടെ പേരുകളാണ്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് കൂടുതലും പെൺകുട്ടികളാണ് അവതരിപ്പിച്ചതെങ്കിലും അവരുടെ പിന്നണിയിൽ പുരുഷന്മാര് ആൺകുട്ടികളുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ കിരൺ ജംഗിയോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.